ഈ ട്രെയിലർ വന്നപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? സാധാരണ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഡ്യൂറേഷൻ അല്ല ഈ ട്രെയിലറിനുണ്ട്, കുറച്ചധികമുണ്ട്. അപ്പം അത് ഈ സിനിമ എങ്ങനെ ആവണം നിങ്ങൾ കാണേണ്ടത്, സ്വീകരിക്കേണ്ടത്, ഏത് മൈൻഡ് സെറ്റിലാവണം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പല ഹിറ്റ് സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ആ ഇടവേളയിൽ നമ്മുടെ പേട്ടിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ആൾക്കാർ പോകാതെ അവിടെ ഇരുന്ന് തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇതിന്റെ ഈ നേരത്തെ ലൊക്കേഷൻസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഇതിൽ ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ. വിമാനത്താവളമുണ്ട്, ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, കപ്പലുണ്ട്, അപ്പോ കാരിയർ പ്ലെയിൻ ഉണ്ട്, സംഘാടനം വാഹനങ്ങളില്ല, കാണാത്ത സ്ഥലങ്ങളില്ല, ലോകം മുഴുവനും പോയി ചിത്രീകരിച്ചു, പിന്നെ കൊച്ചിയിലും. എന്റെ ഒരു സംഘാടനം എങ്ങനെയായിരുന്നു? ലോകം മുഴുവൻ കൊച്ചിയിലും ചിത്രീകരിച്ചു. കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു അല്ലേ? അതങ്ങനെയല്ല, ഇതിപ്പോൾ അത് എനിക്ക് തോന്നുന്നു മഹേഷിൻ്റെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിലും കൂടെ ഉള്ള ഒരു ക്വാളിറ്റി അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈസ് എ റൈറ്റർ, ഈസ് എ ഡയറക്ടർ, ഈസ് എൻ എഡിറ്റർ ആസ് വെൽ. സോ അതുകൊണ്ട് പുള്ളിക്ക് അറിയാം എന്താണ് വേണ്ടാത്തത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തതയുള്ള ആളാണ്. വെറുതെ എടുത്തു വെക്കുന്നതിന് പകരം ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് വേണ്ട, ഇത്ര മതി എന്ന് പറയുന്ന ഒരു എഡിറ്റ് പോയിന്റ് പുള്ളിയുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജ് നമുക്ക് ടൈം ആണെങ്കിലും മണി ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും അതൊക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സ്കെയിലുള്ള ഒരു ഗ്രാൻഡറുള്ള ഒരു ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പല ലോകങ്ങളും നമുക്ക് കൊച്ചിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷൻ, ആ ഒരു ഇമാജിനേഷൻ പുള്ളിക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടീമും ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേഡ് തിങ്സ് ഈസി. നോട്ട് ഈസിയർ, ഒരു വളരെ ടീഡിയസ് ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ് മെറ്റീരിയലൈസ്ഡ്.